വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി മാത്സ് ബ്ലോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൻട്രൽ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിളും തമ്മിലുള്ള റിലേഷൻ അതുമായി ബന്ധപ്പെട്ട ആംഗിൾ കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ സർക്യൂട്ട്സിലെ കൺസ്ട്രക്ഷനിലെ ആദ്യത്തെ ഒരു പോർഷൻ നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് 3 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഈ സമീപകാലത്തെ എല്ലാ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും മോഡൽ ക്വസ്റ്റ്യൻ ആയാലും ഓണപരീക്ഷ ക്വസ്റ്റ്യൻ ആയാലും നമ്മളെ ഫൈനൽ ക്വസ്റ്റ്യൻ ആയാലും ഒക്കെ തന്നെ സ്ഥിരം നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണ്, അതായത് ഒരു സർക്കിളിനകത്ത് നമ്മൾ അവര് പറയുന്ന ഒരു ആംഗിൾ ഉള്ള ട്രയാംഗിൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക. അത് നമ്മൾ സെൻട്രൽ ആംഗിളിന്റെ റിലേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾ. നമ്മളൊരു ഒരു ത്രികോണം വരയ്ക്കുക, ട്രയാംഗിൾ വരയ്ക്കുക ഓഫ് ആംഗിൾ 30 ഡിഗ്രി 70 ഡിഗ്രി 80 ഡിഗ്രി. അപ്പോൾ കോണുകൾ 70 ഡിഗ്രി 30 ഡിഗ്രി 80 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കുക. ഓക്കെ, ആൻഡ് സർക്കം റേഡിയസ് 2.5 സെന്റി. പരിവൃത്ത ആരം തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്ര 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ സർക്കം റേഡിയസ് 2.5 ആയ 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വൃത്തത്തിന്റെ അകത്ത് നമ്മൾ എന്ത് വരയ്ക്കണം, ഒരു ട്രയാംഗിൾ വരയ്ക്കണം. ആ ട്രയാംഗിളിന്റെ ആംഗിൾ 30 70 80. സിമ്പിൾ ആയിട്ട് പറയുന്നുവെങ്കിൽ റഫായിട്ട് ഞാൻ വരച്ചു തരാം. സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കണം, 2.5. അതിനകത്ത് വരയ്ക്കുന്ന ആംഗിളുകൾ, അതിനകത്ത് നമ്മൾ ട്രയാംഗിൾ വരയ്ക്കുക. ട്രയാംഗിളിന്റെ ആംഗിൾ 30 70 80. ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാനുള്ളത്, വരയ്ക്കാനായിട്ടുള്ളത്. സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 2.5 സെന്റിമീറ്റർ ആണ്. അതിനകത്ത് നമ്മൾ എന്ത് വരയ്ക്കണം, ഒരു ട്രയാംഗിൾ വരയ്ക്കണം. അതിന്റെ ആംഗിൾ ത്രികോണം വരയ്ക്കണം. അത് 30 70 80 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. എങ്ങനെ നമുക്ക് വരയ്ക്കാം, എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമുക്ക് ആദ്യം നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വരയ്ക്കാനുള്ളത് ആ തന്നിരിക്കുന്ന സ്റ്റെപ്പ്, ഒന്നാം സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സ്റ്റെപ്പ് ഒന്നുമില്ല, മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുവാണ്. ആ റേഡിയസിലെ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സർക്കിൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക. ഓക്കെ, സർക്കിൾ ഏത് റേഡിയസിലാണോ തന്നിരിക്കുന്നത് ആ റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഡ്രോ സർക്കിൾ. ഓക്കെ, ഡ്രോ സർക്കിൾ വരയ്ക്കുക. നമ്മൾ ആ വൃത്തം ഏത് റേഡിയസിലാണോ വന്നേക്കുന്ന ആ റേഡിയസിൽ ആ സർക്കിൾ എന്ത് ചെയ്യുക, ഇപ്പൊ 2.5 റേഡിയസ് ആണ് എങ്കിൽ ആ 2.5 റേഡിയസിലുള്ള ഒരു സർക്കിൾ എന്ത് ചെയ്യുക, നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഒരു സർക്കിൾ വരച്ചു. അത് എത്രയാണെന്ന് നമ്മൾ കറക്റ്റ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് കോമ്പസിൽ 2.5 സെന്റിമീറ്റർ എടുത്തിട്ട് വേണം ആ സർക്കിൾ നിങ്ങൾ എന്ത് ചെയ്യാൻ, വരയ്ക്കാം. 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, രണ്ടാമത് അതായത് സെന്റർ O ആണെന്നൊക്കെ നമ്മൾ ഇവിടെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് വരയ്ക്കാൻ ട്രയാംഗിളിന്റെ ആംഗിൾ ഞാൻ സൈഡിലോട്ട് ഇടുന്നു. ഓക്കെ, ഏതൊക്കെയാണ് ആ അകത്ത് വരയ്ക്കാനുള്ള ട്രയാംഗിളിന്റെ ആംഗിൾ, കോണുകൾ. ഒന്ന് 30 ഡിഗ്രി ആണ്, അടുത്തത് 70 ഡിഗ്രി, അടുത്തത് 80 ഡിഗ്രി. ചിലപ്പോൾ 3 ആംഗിൾ വരണമെന്നില്ല. ഏതെങ്കിലും 2 ആംഗിൾ തന്നാൽ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാറിയല്ലോ. കാരണം ട്രയാംഗിളിന്റെ ആംഗിൾ എല്ലാം കിട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അപ്പോൾ 30 ഡിഗ്രി 70 ഡിഗ്രി 80 ഡിഗ്രി ഉള്ള ട്രയാംഗിൾ ആണ് വരയ്ക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ മാർക്ക് ചെയ്തു 30 ഡിഗ്രി 70 ഡിഗ്രി. ഇനി നമ്മൾ അടുത്തതായിട്ട് അവിടെ മാർക്ക് സെൻട്രൽ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഇരട്ടി നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, 60 70ന്റെ ഇരട്ടി നിങ്ങൾക്ക് അറിയാം എത്ര, 140. 80ന്റെ ഇരട്ടി നിങ്ങൾക്ക് അറിയാം എത്ര, 160. ഓക്കെ, സെൻട്രൽ ആംഗിൾ ആണ്. ഓരോ ആംഗിളിന്റെ ഇരട്ടി, അതാണ് നമുക്ക് സെൻട്രൽ ആംഗിൾ ആയിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാണ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് വരച്ചു, അവർ പറഞ്ഞിട്ടുള്ള റേഡിയസിൽ 2.5 റേഡിയസ് ഉള്ള എന്ത് വരച്ചു, ആ സർക്കിൾ വരച്ചു. ഓക്കെ, ഇതിൽ 2.5 ആണോന്നില്ല, 3 ആയിരിക്കാം, 4 നോർമലി ചെറിയ റേഡിയസ് ഒക്കെ ആയിരിക്കും. നമ്മൾ പരീക്ഷ പേപ്പർ വരയ്ക്കാൻ പറ്റുന്ന 3 2.5 3.5 മാക്സിമം 3.5 അപ്പുറമൊന്നും പോകത്തില്ല. എന്നിട്ട് ഞാൻ ആ ട്രയാംഗിളിന്റെ ആംഗിൾ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. എത്ര, 30 70 80. അതിന്റെ ഇരട്ടി എടുത്ത് ഞാൻ മാർക്ക് ചെയ്തു. അതാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻട്രൽ ആംഗിൾ ഇവിടെ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഓക്കെ, സെൻട്രൽ ആംഗിൾ. ഓക്കെ, സെൻട്രൽ ആംഗിൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. സെൻട്രൽ ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒരു റേഡിയസ് ഒന്ന് വരയ്ക്കുന്നു. ചുമ്മാ റേഡിയസ് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ ചുമ്മാ റേഡിയസ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതില് ഓരോ സെൻട്രൽ ആംഗിളും എന്ത് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, 60 ഡിഗ്രി വരയ്ക്കാം, 160 ഡിഗ്രി വരയ്ക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി അടുത്തത് 100 എത്രയായിരിക്കും, 60 ആയിരിക്കും, അല്ലെങ്കിൽ 160 170. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ വരയ്ക്കാം. അപ്പൊ ഞാൻ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുന്നു, 60 ഡിഗ്രി എടുക്കുന്നു, ഒരു വര വരയ്ക്കുന്നു. ഓക്കെ, ഒരു സെൻട്രൽ ആംഗിൾ ഇവിടെ നമുക്ക് കിട്ടുന്നു. എത്ര ഡിഗ്രിയാണ്, 60 ഡിഗ്രി. ഓക്കെ, ഒരു സെൻട്രൽ ആംഗിൾ വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു.
എന്നിട്ട് സർക്കിളിനകത്ത് പിന്നെ രണ്ടാം സ്റ്റെപ്പില് നമ്മൾ ഓരോ സെൻട്രൽ ആംഗിൾ റേഡിയസ് ആദ്യം വരച്ചിട്ട് വേണം ഓരോ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യാൻ. റേഡിയസ് വരയ്ക്കുന്നു, എന്നിട്ട് ഓരോ സെൻട്രൽ ആംഗിൾ വരയ്ക്കുന്നു. ആദ്യം റേഡിയസ് ഇങ്ങനെ വരണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റേഡിയസ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്ര 60 ഡിഗ്രി മാർക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ വരച്ചതേ ഉള്ളൂ, ടെസ്റ്റിലൊക്കെ പല രീതിയിലൊക്കെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു റേഡിയസ് വരച്ചിട്ട് ഞാൻ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യാൻ പോയി, ഒരു സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തു. അടുത്ത എത്ര ഡിഗ്രിയാണ്? 140 ഡിഗ്രി. അത് ഞാൻ പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എത്ര? 140. 140 എന്ന് പറഞ്ഞാൽ വലിയ ആംഗിൾ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. 140 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ വരുമായിരിക്കും. ഓക്കെ, 140 എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതെന്ന് വിചാരിക്കും. ഓക്കെ, 140. ഓക്കെ, 140. ഓക്കെ, കുറച്ചുകൂടെ ഉണ്ടെന്ന് വിചാരിക്കും. 140 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ വരും. 140 എന്ന് പറഞ്ഞാൽ ഓക്കെ, 140. ഓക്കെ, 140 ഇത്രയും 140 ഡിഗ്രി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത സെൻട്രൽ ആംഗിൾ ഓട്ടോമാറ്റിക്കലി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അടുത്ത എത്രയാണ്? 160 ആയി. ഓക്കെ, അപ്പൊ നമ്മള് സർക്കിൾ വരച്ചു, അവർ പറഞ്ഞ റേഡിയസ് ആദ്യം സർക്കിൾ വരച്ചു, സർക്കിളിനകത്ത് എന്ത് മാർക്ക് ചെയ്തു? സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തു. ഓക്കെ, സെൻട്രൽ ആംഗിൾ 60, 30 ഇരട്ടി 60, 70 ഇരട്ടി 150, 80 ഇരട്ടി 160. ഓക്കെ, ഓരോ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ സർക്കിളിലെ പോയിന്റ് എല്ലാം കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യും. സർക്കിളിലെ പോയിന്റ് ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ഫോം ചെയ്യും? ജോയിൻ ടു ഫോം എന്ത് ചെയ്യും? റിക്കേർഡ് ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അതായത് നമുക്ക് ഇവിടെ സർക്കിളിനകത്ത് ഇപ്പൊ 3 പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് നടക്കുന്നു, 4 പോയിന്റ് കിടക്കുന്നു, 4 പോയിന്റ് കിടക്കുന്നു. ഇതെല്ലാം കൂടെ ഞാൻ യോജിപ്പിക്കുകയാണ്. ഇതെല്ലാം കൂടെ യോജിപ്പിക്കുമ്പോൾ നമ്മുടെ ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യും? ഫോം ചെയ്യാം. ആദ്യം എങ്ങനെ യോജിപ്പിക്കുക? അതാണ് ഇങ്ങനെ യോജിപ്പിക്കുന്നു. അതിന്റെ എൻഡ് പോയിന്റുകൾ ഓരോ പോയിന്റ് ഇങ്ങനെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അടുത്ത പോയിന്റ് യോജിപ്പിക്കുന്നു, അടുത്തതായി ഇങ്ങനെ യോജിപ്പിക്കുക. കണ്ടോ? അപ്പൊ നമുക്ക് ആ ട്രയാങ്കിൾ എന്ത് ചെയ്യും? ഫോം ചെയ്യാം. കണ്ടോ? ഇത് ലൈറ്റ് ആയിട്ട് നിങ്ങൾ വരയ്ക്കാവുള്ളൂ. നമ്മൾ ട്രയാങ്കിൾ വേണം നല്ലോണം എന്ത് ചെയ്യാൻ പഠിപ്പിച്ച്. അകത്തുള്ള ഈ ഓരോ സെൻട്രൽ ആംഗിൾ വരയ്ക്കുന്ന ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഇതാണ് നമ്മുടെ എന്താ ട്രയാങ്കിൾ. ഓക്കെ, ഇനി ഞാൻ വേണേ ആ ട്രയാങ്കിൾ പേര് കൊടുക്കാം. എ എന്നും ബി എന്നും സി എന്നും, പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല. ബി പറഞ്ഞു എ ബി സി എന്നും പേര് കൊടുക്കും. ഇനി നിങ്ങൾ ചോദിക്കും, സാറേ നമ്മുടെ ട്രയാങ്കിൾ ആംഗിൾ 30, 70, 80 ഇല്ലേ, അത് എവിടെയൊക്കെ വരും എന്ന് നമുക്ക് നോക്കണ്ടേ? നമുക്ക് ഇപ്പൊ സെൻട്രൽ ആംഗിൾ ആണ് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് 30, 70, 80 എവിടെയൊക്കെയാണെന്ന് അറിയണം. ഇത് കണ്ടോ? ഈ ബി സി എന്ന് പറയുന്ന കോഡ് കണ്ടോ? അതിന്റെ സെൻട്രൽ ആംഗിൾ 60. അപ്പൊ ഈ 60ന്റെ ഓപ്പോസിറ്റ് ബി സിയുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ എവിടെയാണ് വരുന്നത്? ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഈ ആംഗിൾ ആണ് ഉള്ളത്. എത്ര ഡിഗ്രി? 30 ഡിഗ്രി. അതിന്റെ പകുതി. ഓർമ്മയുണ്ടോ? കാര്യം പഠിപ്പിച്ച്. അതേപോലെ എല്ലാരും എ ബി കണ്ടോ? ആ എ ബിയുടെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120. അപ്പൊ എ ബിയുടെ അറ്റം പിന്നെ വേറെ എങ്ങോട്ട് പോകും? 160ന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആംഗിൾ ആയിരിക്കും. 160ന്റെ പകുതി എത്ര? 80. 160ന്റെ അവിടെ 80. ഓക്കെ, അടുത്തത് എല്ലാരും എ സി കണ്ടോ? ആ എ സിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആംഗിൾ ആണ്. 170ന്റെ പകുതി എത്രയാണ്? 70. ഓക്കെ, ഇപ്പൊ കണ്ടോ എല്ലാ ആംഗിളും ഞാൻ മാർക്ക് ചെയ്തോ? ഓക്കെ, അപ്പൊ ഞാൻ 30, 70, 80 അതിന്റെ ഇരട്ടി എടുത്ത് സെൻട്രൽ ആംഗിൾ വെച്ചു. അതെല്ലാം കൂടെ യോജിപ്പിച്ചപ്പോ എനിക്ക് എന്ത് കിട്ടി? ആ ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിന് പേരൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എ ബി സി എന്ത് ചെയ്തു? ആ പേര് കൊടുത്തു. എന്നിട്ട് ഓരോ ആംഗിൾ കൂടെ അതിനകത്ത് മാർക്ക് ചെയ്യണം. ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നതെല്ലാം വരയ്ക്കുന്നതെല്ലാം തന്നെ, വരയ്ക്കുന്നത് മാത്രമല്ല പെൻസിലിട്ട്, അകത്ത് മാർക്ക് ചെയ്യുന്നതെല്ലാം തന്നെ പെൻസിലിട്ട് തന്നെ മാർക്ക് ചെയ്യണം. നമ്മുടെ ഈ അടയാളപ്പെടുത്തിയാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മാച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് തിരുത്താം. നമ്മൾ പേനയുടെ കാര്യം അടയാളപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയൊക്കെ അവസാനം മറിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നിനെ വരയ്ക്കാൻ നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിനകത്ത് മാർക്ക് ചെയ്യുന്ന എല്ലാം എന്നിട്ട് പെൻസിലിട്ട് തന്നെ മാർക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പൊ ഈ 60ന്റെ ഓപ്പോസിറ്റ് ആണ് 30 വരുന്നത്, 160ന്റെ ഓപ്പോസിറ്റ് 80, 150ന്റെ ഓപ്പോസിറ്റ് 70. അപ്പൊ നോക്കി, അപ്പൊ അവര് പറഞ്ഞ രീതിയിൽ 2.5 റേഡിയസ് ഉള്ള സർക്കിള്, അതിന്റെ അകത്ത് ഞാൻ ആ ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിളിന്റെ ആംഗിൾ 30, 70, 80 എന്ന് ആംഗിളുള്ള ട്രയാങ്കിൾ. സ്റ്റെപ്പ് എങ്ങനെയാണ് പിള്ളേരെ? ആദ്യം നമ്മൾ എന്ത് വരച്ചു? അവര് പറഞ്ഞ സർക്കിൾ വരച്ചു. എത്ര റേഡിയസ് ഉള്ള? 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ ആംഗിളിന്റെ ആ ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ അടയാളപ്പെടുത്തി. ഓക്കെ, എന്നിട്ട് സെൻട്രൽ ആംഗിളിന്റെ സർക്കിളിൽ പോയിന്റുകളെല്ലാം കൂടെ യോജിപ്പിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആ ട്രയാങ്കിൾ. ആദ്യം റേഡിയസ് വരച്ചിട്ടാണ് ഓരോ ആംഗിൾ. ഓക്കെ, നമ്മള് നമ്മളെ പ്രൊട്രാക്ടർ നോക്കുമ്പോൾ പ്രൊട്രാക്ടറിൽ കറക്റ്റ് വേണം എന്ത് ചെയ്യാൻ? സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യാൻ. ഇത് 90 ഡിഗ്രി ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ 140 എന്ന് പറയുമ്പോൾ 90യെക്കാട്ടും കൂടുതൽ ഇത്രയും വരും. ചിലർ ഇവിടെയൊക്കെ 140 കിടക്കും. ഞാൻ പറഞ്ഞു ഇത് എത്രയല്ല 150. ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്ന ആംഗിൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വരയ്ക്കുക.
ഈ പറയുന്ന 140 160 ഒക്കെ പ്രൊട്രാക്ടറിൽ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം അടയാളപ്പെടുത്താൻ. ഓക്കെ, അപ്പോഴാ നമുക്ക് ഇത് ഉറപ്പിക്കാം 3 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾ എന്ന് പറഞ്ഞ് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. വേറെ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ രീതി ചോദിച്ചാൽ ഇങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. നമുക്ക് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ നമുക്ക് വരയ്ക്കുന്നതെല്ലാം ഇത് തന്നെ, പ്രൊസീജിയർ എല്ലാം സെയിം തന്നെ, ക്വസ്റ്റ്യൻ മാറ്റിയും ചോദിക്കാം. അതെങ്ങനെ നമുക്ക് നോക്കാം. ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. ഇതേപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. Draw a circle of radius 3.5 cm. 3.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, 3.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ നേരത്തെ സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാണ് വന്നിരുന്നത്. ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് 3.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മാറ്റി തിരിച്ചു ചോദിച്ചാലും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഡ്രോ എ ട്രയാംഗിൾ. ഇതൊരു ട്രയാംഗിൾ വരയ്ക്കുക. ഓഫ് ആംഗിൾ 50 ഡിഗ്രി 60 ഡിഗ്രി, രണ്ട് ആംഗിൾ തന്നിട്ടുള്ളൂ അല്ലേ. 50 ഡിഗ്രി 60 ഡിഗ്രി ആണെങ്കിൽ അടുത്ത ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. 50യും 60യും കൂടെ കൂട്ടുമ്പോൾ 110 കിട്ടും. ബാക്കി എത്ര ആംഗിൾ ഉണ്ട്, 70. 50യും 60യും 70യും കൂടെ ചേർന്നുള്ള എന്ത് വരയ്ക്കുക, ട്രയാംഗിൾ വരയ്ക്കുക. വിത്ത് ഇറ്റ്സ് വെർട്ടിസസ് ആസ് പോയിന്റ് ഓൺ സർക്കിൾ. ആ ട്രയാംഗിളിന്റെ വെർട്ടിസസ് എല്ലാം എവിടെ ആയിരിക്കണം, ആ സർക്കിൾ ആയിരിക്കണം. അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞ അതേ കണക്ക് തന്നെ. നമ്മള് 3.5 സെന്റിമീറ്ററോളം ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് എന്ത് വരയ്ക്കുക, ഒരു ട്രയാംഗിൾ വരയ്ക്കുക. ട്രയാംഗിളിന്റെ വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ വെർട്ടിസസ് ഇതെല്ലാം എവിടെ വരണം, ഓൺ ദി സർക്കിളിലായിരിക്കണം. ആ ട്രയാംഗിളിന്റെ ആംഗിൾ എത്രയാണ്, ഒന്ന് 50, ഒന്ന് 60. 50 60 കൂട്ടുമ്പോൾ 110, അടുത്ത ആംഗിൾ 70. അപ്പൊ 50 60 70 ഉള്ള എന്ത് വരയ്ക്കുക, ഒരു ട്രയാംഗിൾ വരയ്ക്കുക. 3.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിനകത്ത് ആ ട്രയാംഗിളിന്റെ വെർട്ടിസസ് എല്ലാം എവിടെയായിരിക്കണം, ആ സർക്കിളിലായിരിക്കണം. ഓക്കെ, അപ്പൊ നേരത്തെ അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരയ്ക്കാം. എല്ലാം പ്രൊസീജിയർ അത് തന്നെ. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ സ്റ്റെപ്പ് വൈസ് പറഞ്ഞു. നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുന്നു, അവര് പറഞ്ഞ റേഡിയസ് 3.5 റേഡിയസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, 3.5 റേഡിയസ് ഉള്ള കുറച്ചുകൂടെ വലിയ റേഡിയസ് ആയിട്ടുണ്ട് കുറച്ച് വലിയ ഒരു സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണ്ട. 3.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് ഒരു റേഡിയസ് അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ 3.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിനകത്ത് ഞാൻ ഒരു റേഡിയസ് അടയാളപ്പെടുത്തി. ഓക്കെ, റേഡിയസ് വരച്ചു. ഓക്കെ, അടയാളപ്പെടുത്തിട്ട് വരച്ചു. ഈ റേഡിയസ് ഇങ്ങനെ വരയ്ക്കണമെന്നില്ല. റേഡിയസ് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കും. ഇങ്ങനെയൊക്കെ വരയ്ക്കും. ഞാൻ ഇപ്പൊ ഇങ്ങനെ വരച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ റേഡിയസ് ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഇങ്ങനെ. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് എന്ത് ചെയ്തു, സർക്കിൾ വരച്ചു, റേഡിയസ് മാർക്ക് ചെയ്യും. നേരത്തെ കണക്ക് തന്നെ സർക്കിൾ വരച്ചു. പിന്നെ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആദ്യം റേഡിയസ് വരച്ചിട്ടൊന്നാണ്. നേരത്തെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആദ്യം റേഡിയസ് വരച്ചിട്ടെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൊട്രാക്ടർ അവിടെ വെച്ചിട്ടാണ് ഓരോന്ന് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സർക്കിളിന്റെ ഈ ട്രയാംഗിളിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്. 50 ഡിഗ്രി 60 ഡിഗ്രി, അടുത്ത 70 ഡിഗ്രി. ഓക്കെ, 50 60 തന്നിട്ടുള്ളൂ. അടുത്ത ആംഗിൾ നിങ്ങൾക്ക് തന്നെ അറിയാം 70 ആണെന്ന് അറിയാം. എന്നിട്ട് അതിന്റെ സെൻട്രൽ ആംഗിൾ ഞാൻ താഴോട്ട് ഇടുന്നു. 50യുടെ ഇരട്ടി എടുത്താണ് വരയ്ക്കുന്നത്. ഇരട്ടി എടുക്കുമ്പോഴാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ, സെൻട്രൽ ആംഗിൾ ഇരട്ടി എടുത്താൽ ഓൾട്ടർനേറ്റ് ആംഗിൾ പകുതി കിട്ടത്തുള്ളൂ. ഓക്കെ, സെൻട്രൽ ആംഗിൾ ഓൾട്ടർനേറ്റ് ആംഗിൾ റിലേഷൻ, അതായത് കേന്ദ്ര കോണിന്റെയും മറുചാപത്തിലെ കോണിന്റെയും റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. ഓക്കെ, ഇത് 50 ആണ്. അപ്പൊ ഇവിടെ എത്ര വരും, അതിന്റെ 100. 60 ആണെങ്കിൽ 120 ഡിഗ്രി, 70 ആണെങ്കിൽ 140 ഡിഗ്രി. ഇതാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഏതെങ്കിലും രണ്ട് സെൻട്രൽ ആംഗിൾ ഈ സർക്കിളിലോട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ ഡയറക്റ്റ് സൈഡിൽ മനസ്സിലാവാൻ വേണ്ടി സെൻട്രൽ ആംഗിൾ എന്ന് ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, സെൻട്രൽ ആംഗിളും ഇതാണ് ട്രയാംഗിളിന്റെ ആംഗിൾ. ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ സെൻട്രൽ ആംഗിൾ അടയാളപ്പെടുത്തിയിട്ട് ഓൾട്ടർനേറ്റ് ആംഗിൾ അടയാളപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ആ ട്രയാംഗിളിന്റെ 50 ഡിഗ്രി 60 ഡിഗ്രി കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ അറിയാലോ, മനസ്സിലാവാൻ വേണ്ടിയാണ് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ ഓരോ ആംഗിളും അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ഓരോ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര, ആദ്യം 100. ഓക്കെ, പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ വെക്കുന്നു. ഇവിടെ ഇത്ര 90 ആയിരിക്കും. 90ക്കാട്ടും കൂടുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം 100 എന്ന് പറയുമ്പോൾ ഇത്ര ഇങ്ങനെ നിൽക്കും. ഇവിടെ ഇത്ര ആയിരിക്കും, 100 ആയിരിക്കും. ഓക്കെ, ചെറുതായിട്ട് ഞാൻ ഇവിടെ ഓക്കെ എഴുതാം 100 ഡിഗ്രി. ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മുടെ അകത്ത് വരയ്ക്കുന്ന ഈ റേഡിയസുകളൊക്കെ, ഈ റേഡിയസ് ഒരു വരയും കൂടി വരയ്ക്കുമല്ലോ, അതെല്ലാം ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് വരച്ചത്. നമുക്ക് വേണ്ടത് എന്താണ്, ഈ ട്രയാംഗിൾ ആണ് വേണ്ടത്. ആ ട്രയാംഗിൾ ആണ് കടുപ്പിച്ച് വരയ്ക്കുക. ഈ അകത്തുള്ള റേഡിയസുകളൊക്കെ തന്നെ ഇത്തിരി കട്ടി കുറച്ച് വരച്ചാലും മതി. ഓക്കെ, വളരെ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഒരു സെൻട്രൽ ആംഗിൾ അടയാളപ്പെടുത്തി. അടുത്തത് എന്ന് പറയുന്നത് 60ന്റെ ഇരട്ടിയായ 120. അവിടെ പ്രൊട്രാക്ടർ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇവിടെ കൊണ്ടുവയ്ക്കുക. ഓക്കെ, പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 എന്ന് പറയുമ്പോൾ
നമുക്ക് കറക്റ്റ് പ്രൊട്രാക്ട് നമുക്ക് കിട്ടും എത്രയാണ് 120. ഓക്കെ 120. ഓക്കെ ഇത് 120. ഓക്കെ 120. ഓക്കെ അടുത്ത എത്രയാണ് നിങ്ങൾക്ക് എത്രയായിരിക്കും 140. ഓക്കെ നമ്മളിത് റഫായിട്ട് വരയ്ക്കുന്നു, നിങ്ങളത് പ്രൊട്രാക്ടറും കോമ്പസും പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കും, വളരെ പക്കയായിട്ട് നിങ്ങൾക്ക് അത് കിട്ടുമായിരിക്കും. ഓക്കെ എന്നിട്ട് അതായത് ഞാൻ ഇങ്ങനെ ഓരോ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. അവസാന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ആ സർക്കിൾ വരയ്ക്കുന്നു, സർക്കിൾ റേഡിയസ് വരയ്ക്കുന്നു. ഞാൻ നേരത്തെ ആ സ്റ്റെപ്പിൽ പറഞ്ഞില്ല, നമ്മൾ സെൻട്രൽ ആംഗിൾ വരയ്ക്കാൻ വേണ്ടി റേഡിയസ് പ്രൊട്രാക്ടർ വരയ്ക്കാൻ വേണ്ടിയാണ് റേഡിയസ് വരച്ചിരുന്നത്. അപ്പൊ സർക്കിൾ വരയ്ക്കുന്നു, റേഡിയസ് വരയ്ക്കുന്നു, അപ്പൊ നമ്മളെ ട്രയാങ്കിൾ വേണ്ടിയുള്ള സെൻട്രൽ ആംഗിൾ എല്ലാം മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഏതൊക്കെയാണോ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. അവസാന സ്റ്റെപ്പ് അറിയാലോ, ഈ സെൻട്രൽ ആംഗിൾ എല്ലാം കൂടെ എന്ത് ചെയ്യണം എന്ന് യോജിപ്പിക്കണം. ഓക്കെ ആ സെൻട്രൽ ആംഗിളിലെ പോയിന്റുകൾ, ഓക്കെ ആ സർക്കിളിലുള്ള പോയിന്റുകൾ ഇപ്പൊ ഏതൊക്കെയാണ് പോയിന്റ്, ഇതൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ പോയിന്റ് ഉണ്ട്. അതേപോലെ ഇതെല്ലാം യോജിപ്പിക്കുവാണേ, യോജിപ്പിക്കുന്നു, അതായത് അങ്ങനെ യോജിപ്പിക്കുന്നു. ഓക്കെ നിങ്ങൾ കറക്റ്റ് സ്കെയിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പക്കയായിട്ട് എന്ത് ചെയ്യും കിട്ടും. അടുത്ത ഈ രണ്ട് പോയിന്റ് നമുക്ക് യോജിപ്പിക്കാം. ഇതിങ്ങനെ യോജിപ്പിച്ചു, അടുത്ത ഇത് അതും കൂടെ ആയിട്ട് എന്ത് ചെയ്യാം യോജിപ്പിക്കും. നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ നോക്കി. ഓക്കെ കാണണ്ടേ. എന്നിട്ട് വേണമെങ്കിൽ പേര് കൊടുക്കാം. നമുക്ക് പേരൊന്നും കൊടുക്കാനും പറഞ്ഞിട്ട് മനസ്സിലാൻ വേണ്ടി ഞാൻ പി ക്യൂ നേരെ നമ്മൾ ABC കൊടുത്തു. ഇപ്പൊ നമ്മള് PQ ആണ്. ഓക്കെ നമ്മൾ അവിടെ പേര് കൊടുത്തു. ഇനി നമ്മൾ ഓരോ ആംഗിൾ മാർക്ക് ചെയ്യാം. നമുക്ക് ആ ട്രയാങ്കിളിന് 50, 60, 70 എവിടെയാണ് നമുക്ക് അറിയണ്ടേ, അറിയാൻ പറ്റുമല്ലോ. ഇത് 100 ആണ്. അപ്പൊ 100 നേരെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ ആയിരിക്കും എത്ര ഉള്ളത് 50 ആണ് ഈ ആംഗിൾ. ഓക്കെ 50 ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് മാറ്റിട്ട് ഞാൻ 50 എഴുതി. ഓക്കെ അടുത്തത് 150 ആണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ QR എന്ന് പറയുന്ന കോർഡിനേറ്റ് സെന്റർ ആംഗിൾ 150 ആണ്. നേരെ ഓൾട്ടർനേറ്റ് വരുന്ന ഓപ്പോസിറ്റ് ഇത് എത്രയാണ്, അത് 70 ആണ്. ഓക്കെ ഇത് 70. അടുത്തത് ഇത് PQ എന്ന് പറയുന്ന കോണിന്റെ സെന്റർ ആണ് 120, നേരെ ഓപ്പോസിറ്റ് ഇത് എത്രയാണ് 60. ഓക്കെ ഇത് 60. ഓക്കെ ഇത് 60. ഓക്കെ നമ്മൾ ആ ട്രയാങ്കിൾ വരയ്ക്കുന്നത് നല്ലോണം കടുപ്പിച്ച് എന്ത് ചെയ്യുക നിങ്ങൾ വരയ്ക്കണം കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്ക് വരയ്ക്കും ഭയങ്കര കടുപ്പിച്ച് കുളമാക്കി വെക്കരുത്. ഈ അകത്ത് വരച്ചതിനെക്കാട്ടും അത്യാവശ്യം നല്ല കടുപ്പത്തിലായിരിക്കണം ഈ ട്രയാങ്കിൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വരയ്ക്കുന്നത്. അല്ലാതെ കടുപ്പിച്ച് പേപ്പർ ഒന്നും വലിച്ച് കീറരുത്. ജസ്റ്റ് ഒന്ന് കാണണം. അതായത് നോക്കുന്ന അധ്യാപകന് നല്ല രീതിയിൽ ട്രയാങ്കിൾ കാണാൻ വേണ്ടി ഞാൻ അത്ര പറഞ്ഞതേ ഉള്ളൂ. അകത്തുള്ള ലൈനൊക്കെ ഇത്തിരി ലൈറ്റ് ആയിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ അടയാളപ്പെടുത്തുന്ന എല്ലാം നേരത്തെ പറഞ്ഞ കണക്ക് പെൻസിൽ ഇട്ടാണ് അടയാളപ്പെടുത്തി എന്ത് ചെയ്യും ഉപയോഗം. ഓക്കെ അപ്പൊ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തിനു വയ്ക്കുക, ആ സർക്കിൾ വരയ്ക്കുക, ആ തന്നിരിക്കുന്ന റേഡിയസിന്, പിന്നെ നമ്മളൊരു റേഡിയസ് മാർക്ക് ചെയ്യുക, ട്രയാങ്കിളിന്റെ ആംഗിൾ അതിന് ഇരട്ടി എടുത്ത് സെൻട്രൽ ആംഗിൾ സൈഡ് എഴുതിയിട്ട് നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഓരോ ആംഗിൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക. അവസാന സർക്കിളിന്റെ പോയിന്റിലൂടെ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ റിക്വയർഡ് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ നമ്മൾ അവർ പറഞ്ഞ ആംഗിൾ ആ ട്രയാങ്കിളിലെ വെർട്ടിസസ് എല്ലാം എവിടെ ആയിരിക്കും, ഓൺ ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ. ഓക്കെ അല്ലേ. അപ്പൊ 3 മാർക്ക് നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. ഈ വരുന്ന SSLC പരീക്ഷയ്ക്ക് ഇവിടുന്ന് 3 മാർക്ക് എന്ത് ചെയ്യും ഉറപ്പായിട്ടും കിട്ടും. മോഡലിനായാലും ഫൈനലിനായാലും ടേം എക്സാമിനായാലും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ചെയ്ത് നോട്ടുബുക്കിലൊക്കെ വരച്ച് ശീലിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാത്സിന് 3 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്ന് എന്ത് ചെയ്യും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. സർക്കം റേഡിയസ് 3 cm. സർക്കം റേഡിയസ്, ആ സർക്കിളിന്റെ റേഡിയസ് എന്താണ് 3 cm റേഡിയസ് ഉള്ള വൃത്തത്തിനുള്ളിലാണ് നമ്മൾ ഈ ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ ആ ട്രയാങ്കിളിന്റെ 2 ആംഗിൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആംഗിൾ, ഒന്ന് 32.5, ഓക്കെ 32.5, മറ്റേത് 37.5. ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ ഇനിയിപ്പോ സ്റ്റെപ്പ് പറയേണ്ട ആവശ്യമില്ല. 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരും. ഓക്കെ 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ ആദ്യം ചെയ്യുന്നു വരയ്ക്കും. ഓക്കെ സിമ്പിൾ ആയിട്ട് 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരും. ഓക്കെ അപ്പൊ നേരത്തെ എല്ലാം വരച്ച കണക്ക് നമ്മൾ ആ സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് ആ സർക്കിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റേഡിയസ് ഒന്ന് മാർക്ക് ചെയ്യും. ഓക്കെ അപ്പൊ ആദ്യം 3 cm റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിനകത്ത് ആ റേഡിയസ് എന്ത് ചെയ്യുന്നു, ആ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആ സെൻട്രൽ ആംഗിൾ വരയ്ക്കാൻ മുമ്പ് നമുക്ക് ആ ആംഗിൾ എഴുതാം. ഒന്ന് 32.5, അടുത്തത് 37.5. ഓക്കെ അടുത്ത ആംഗിൾ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ 32 37 കൂട്ടുമ്പോ 69, അരയോടെ കൂട്ടിയാൽ 1, അങ്ങനെ 70 ഡിഗ്രി ആയിട്ടുണ്ട്. ഇനി ബാക്കി എത്ര ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. 180 70 പോയിട്ട് ബാക്കി എത്ര ഡിഗ്രി, 110 ഡിഗ്രി. ഓക്കെ അപ്പൊ ആ ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 32.5, 37.5, 110 എന്ന ആംഗിൾ ആണ് വരുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇരട്ടി എടുക്കാം. ഓക്കെ, ഇരട്ടി എടുക്കണം. സെൻട്രൽ ആംഗിൾ 32യുടെ ഇരട്ടി. 32യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ 32ന്റെ ഇരട്ടി നിങ്ങൾക്ക് അറിയാം 64, അരയുടെ ഇരട്ടി 1. അപ്പൊ എത്ര? 32ന്റെ ഇരട്ടി 65 ഡിഗ്രി. അടുത്തത് 37യുടെ ഇരട്ടി. 37ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 74, അര ചേരുമ്പോ 1 ആവും. അപ്പൊ എത്ര കിട്ടും? 75. ഓക്കെ, 75. അടുത്ത 110ന്റെ ഇരട്ടി. 110ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 220. 220. ഓക്കെ, 220. അപ്പോൾ 32ന്റെ ഇരട്ടി 65, 37ന്റെ 75, 110ന്റേത് 220. ഓക്കെ, ഇതാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ. ഈ ഓരോ സെൻട്രൽ ആംഗിൾ ഞാൻ ഈ ഫിഗറിൽ എന്ത് ചെയ്യാം? നേരത്തെ വരച്ച സെയിം പ്രിൻസിപ്പിൾ. നേരത്തെ നമ്മൾ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചിട്ടുണ്ട്. നമ്മൾ റേഡിയസ് വരച്ചിട്ടുണ്ട്. റേഡിയസ് ഞാൻ പറഞ്ഞു ഇങ്ങനെ വരയ്ക്കണമെന്നില്ല, എങ്ങനെ വേണം നിങ്ങൾക്ക് വരയ്ക്കാം. ഈ നമുക്ക് ആദ്യം 65 വരയ്ക്കാം. നിങ്ങൾ 220 വേണേ വരയ്ക്കാം, 75 വരയ്ക്കാം. ഞാൻ പിന്നെ ഇവിടെ നിന്ന് പോവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം പ്രൊട്രാക്ടർ എടുത്തു 65. ഓക്കെ, 65 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയെക്കാട്ടും കുറവാണ്. നിങ്ങൾക്ക് കണ്ടേ ഇവിടെ എങ്ങാനുമാണ് എത്ര കിട്ടുന്ന 65 കിട്ടുന്നത്. ഓക്കെ, ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. അത്ര 65 ഡിഗ്രി. ഓക്കെ, വളരെ ലൈറ്റ് ആയിട്ട് വരയ്ക്കുക. ചെറുതായിട്ട് ഇവിടെ എഴുതാം 68 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അടുത്ത ആംഗിൾ അടയാളപ്പെടുത്തുക. എത്രയാണ്? 75. അപ്പൊ പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 75 അടയാളപ്പെടുത്തും. ഇവിടെ ആകുമ്പോൾ ഏകദേശം 90 ആവും. 75 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. 65 75 ഏകദേശം ഒരേ കണക്ക് ഇരിക്കും. വരയ്ക്കുമ്പോൾ ചിലപ്പം നമുക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല. ഓക്കെ, ബാക്കി ഇത്രയും എന്താണ്? 220 ഡിഗ്രി ആണ്. ഓക്കെ, 220 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തു. അപ്പൊ 65 മാർക്ക് ചെയ്തു, 75 മാർക്ക് ചെയ്തു, ബാക്കി എത്രയാണ്? 220 ആണ്. വേണമെങ്കിൽ കോൺട്രാക്ട് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നേരത്തെ കിടക്കുന്നത്, നേരത്തെയൊക്കെ നമ്മളിങ്ങനെ ഫിഗർ വരച്ചപ്പോ ഇവിടെ 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 ആയിട്ടൊക്കെ ആയിരുന്നു വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്തു? യോജിപ്പിച്ചു. ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ സർക്കിളിലുള്ള പോയിന്റ് എങ്ങനെ യോജിപ്പിക്കണമെന്നൊരു കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഇതിനകത്ത് സർക്കിളിലുള്ള പോയിന്റ് ഒരു പോയിന്റ് ഇതാ, ഒരു പോയിന്റ് ഇത്, ഒരു പോയിന്റ് ഇത്. നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അവിടെ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം നമ്മുടെ സർക്കിൾ വരയ്ക്കുന്നു, അവർ പറഞ്ഞ റേഡിയസ് സർക്കിൾ വരയ്ക്കുന്നു, റേഡിയസ് വരയ്ക്കുന്നു, നമ്മൾ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. ഇതിനകത്ത് ഇപ്പൊ ട്രയാങ്കിൾ ആംഗിൾ രണ്ട് ചെറുതായതുകൊണ്ട് അതിന്റെ സെൻട്രൽ ആംഗിൾ എടുത്തപ്പോ വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഒന്ന് 65 75 ആണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോഴ് നമ്മളത് നേരത്തെ വരച്ചതിനൊക്കെ ആ 3 പോയിന്റ് യോജിപ്പിക്കാൻ പോവുകയാണ്. ആ ഒരു പോയിന്റ് ഈ 2 പോയിന്റ് യോജിപ്പിച്ചു. ഇതാണ് ഇങ്ങനെ വന്നു. ഓക്കെ, ഇതാണ് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചു. അടുത്തത് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചു. അടുത്തത് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചു. ഇതാണ് ട്രയാങ്കിൾ. അത് മനസ്സിലാക്കുക. ഓക്കെ, ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് വരാം ഈ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ ഇങ്ങനെയൊക്കെയായിരുന്നു വന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ തന്നെ വരണമെന്നൊന്നുമില്ല, അല്ലാതെ പോയിന്റുകൾ വരാം. അപ്പോൾ നിങ്ങൾ യോജിപ്പിക്കാൻ അറിഞ്ഞിരിക്കുക. അതിന് വേണ്ടി ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്യാനുള്ള ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പടം ഇങ്ങനെയാണ് വന്നേക്കുന്നത്. പോയിന്റ് തന്നേക്കുന്നത് ഞാൻ തന്നേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെയും ഇവിടെയും ഇവിടെയുമാണ് പോയിന്റ് കിട്ടിയത്. അപ്പൊ മാർക്ക് ചെയ്യുന്നത് ഇത് യോജിപ്പിക്കുന്നു, യോജിപ്പിക്കുന്നു, ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് എടുക്കുന്നത്? ട്രയാങ്കിൾ. അതാണ് ഇവിടെ വേണമെങ്കിൽ പേര് A, ഇത് B, C. ഓക്കെ, പേരൊന്നും കൊടുക്കണമെന്നില്ല, ഞാൻ ആ ട്രയാങ്കിൾ അറിയാൻ വേണ്ടിയാണ് പേര് കൊടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഓരോന്നിന്റെയും എന്ത് ചെയ്യാം? ഏതൊക്കെ ആംഗിൾ ആണെന്ന് നമുക്ക് അടയാളപ്പെടുത്തും. ഓക്കെ, നോക്കാം. അപ്പൊ ഇതിനകത്ത് അതാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. മറ്റേ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ആംഗിൾ ആണെന്ന് പറയാൻ പറ്റും. ഇതിനകത്താണ് അതിനൊരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. ഇപ്പൊ AB കണ്ടോ? AB എന്ന് പറയുന്ന കോഡ് എല്ലാവരും ശ്രദ്ധിച്ചാൽ ട്രയാങ്കിൾ AB. ഓക്കെ, ആ AB എന്ന് പറയുന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ നോക്കുക. എത്രയാണ്? 75. ഓക്കെ, എല്ലാവരും നോക്കുക. AB എന്ന് പറയുന്ന കോഡ് അതിന്റെ സെൻട്രൽ ആംഗിൾ 75 ആണ്. ഇനി AB യുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ എങ്ങോട്ടാണ് പോകുന്നത്? 75ന്റെ പകുതി എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് പോകും. നോക്കട്ടെ, AB യുടെ അറ്റം വേറെ എവിടെയെങ്കിലും പോകണം. AB യുടെ സെൻട്രൽ ആംഗിൾ 75, AB യുടെ അറ്റം വേറെ എങ്ങോട്ട് പോകുന്നുണ്ട്? സിയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ 75ന്റെ പകുതിയാണ് ഇത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്രയാണ്? 37 ആണ്. ഓക്കെ, 37 അര. ഓക്കെ, അടുത്തത് BC എന്ന് പറയുന്ന കോഡ് കണ്ടോ? അതിന്റെ സെൻട്രൽ ആംഗിൾ 65. ഇനി BC യുടെ അറ്റം വേറെ എങ്ങോട്ടേലും പോകുന്നുണ്ടോ? BC യുടെ അറ്റം നേരെ എങ്ങോട്ടാ പോകുന്നത്? എയിലോട്ടാണ്. അപ്പൊ BC യുടെ സെൻട്രൽ ആംഗിൾ 65 ആണ്. അപ്പൊ BC യുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ നേരെ പകുതി എന്ന് പറയുമ്പോൾ 65ന്റെ പകുതി എത്രയാണ്? 32. ഓക്കെ, ഇനിയിപ്പോ ബാക്കി മറ്റേ ആംഗിൾ എത്രയൊക്കെ ആയിരിക്കും? 32 37 കഴിഞ്ഞിട്ട് ബാക്കി ആംഗിൾ എത്രയാണ്? 110. ഇതെന്ന് പറയുന്നത് 110 ഈ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 110. ഓക്കെ,
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഹാച്ച് ചെയ്യാം. ഓക്കെ, ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ അതിന്റെ അകത്ത് വേറൊരു ട്രയാങ്കിളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ഷെയ്ഡ് ചെയ്തിടുകയാണ്. ഇതിനകത്ത് ഇപ്പൊ ഷെയ്ഡ് ചെയ്യാത്തത് നമ്മൾ ഷെയ്ഡ് ചെയ്താൽ എന്ത് ചെയ്യും, അത് മാറും. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ നമ്മളെ പേര് കൊടുത്ത് ABC ആണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതങ്ങനെ ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല. നേരത്തെ ചോദിച്ച ടൈപ്പ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇൻ കേസ് ക്വസ്റ്റ്യൻ പാടാണ്, ടൈറ്റ് ആണെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യിപ്പിച്ചത്. പ്രൊസീജിയർ എല്ലാം നേരത്തെ അതേ കണക്ക് തന്നെ, പക്ഷെ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ അടയാളപ്പെടുത്തപ്പെടുന്ന നിങ്ങൾക്ക് തെറ്റ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ AB-യുടെ സെൻട്രൽ ആംഗിൾ 75, അപ്പോൾ ഓൾട്ടർനേറ്റ് അതിന്റെ പകുതി, BC-യുടെ സെൻട്രൽ ആകുമ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റ് അതിന്റെ പകുതി, രണ്ടെണ്ണം ആണെങ്കിൽ മറ്റേ എത്രയായിരിക്കും, മൂന്നാമത്തെ ട്രയാങ്കിൾ ആംഗിൾ എത്ര, 110. അത് 220 നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന 110. ഓക്കെ, അടുത്ത പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം. അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. In the figure, the central angle of arc AXB is 40 degree. ഇപ്പൊ എല്ലാരും AXB എന്ന് പറയുന്ന ആർക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ അത് വൃത്ത കേന്ദ്രവുമായിട്ട് വരുന്ന ആംഗിൾ ആണ് കേട്ടോ. അപ്പൊ AXB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ആണ്. ഓക്കെ, P അല്ല സർക്കിളിന്റെ സെന്റർ. ഓക്കെ, അതേപോലെ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് CYD തന്നിട്ടുണ്ട്. CYD എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 70 ഡിഗ്രി. നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ APD. APD ഉണ്ടോ, APD ഇവിടെ ഒരു ട്രയാങ്കിൾ ആണോ, APD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും എന്ത് ചെയ്യാം, കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പൊ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് സെൻട്രൽ ആംഗിൾ ഓൾട്ടർനേറ്റ് ആംഗിൾ റിലേഷൻ വെച്ചിട്ടായി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ AXB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സെൻട്രൽ ആംഗിൾ, ഓക്കെ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി AXB എന്ന് പറയുന്നത് മാത്രം വരയ്ക്കണം. AXB അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് അവർ തന്നിരിക്കുന്നത്. അവർ എത്ര തന്നിട്ടുണ്ട്, 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, 40 ഡിഗ്രി. ഓക്കെ, അതായത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ആ പടത്തിനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. AXB-യുടെ സെൻട്രൽ ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്, 40 തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള ഞാൻ ഈ ടിക്ക് ഇട്ടേക്കുന്ന ഈ ട്രയാങ്കിളിന്റെ എല്ലാ കോണുകളും എല്ലാ ആംഗിളും എനിക്ക് എന്ത് ചെയ്യണം പിള്ളേരെ, എല്ലാ ആംഗിളും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ AXB-യുടെ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ എത്ര കിട്ടും നോക്കാം. ഈ AXB-യുടെ അറ്റം വേറെ എങ്ങോട്ടെങ്കിലും പോകണം നോക്കാം. എങ്ങോട്ടെങ്കിലും പോകണം. AXB-യുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് എത്ര കിട്ടി, 40 തന്നിട്ടുണ്ട്. ഈ AXB-യുടെ അറ്റം വേറെ എങ്ങോട്ട് പോകുന്നുണ്ട്, ഡിയിലോട്ട് പോകുന്നുണ്ട് അല്ലേ. AXB-യുടെ അറ്റം ഇങ്ങോട്ട് നോക്കുമ്പോ എങ്ങോട്ട് പോകുന്നുണ്ട്, ഡിയിലോട്ട് പോകുന്നു. അപ്പൊ ഇതിന്റെ സെൻട്രൽ ആംഗിൾ 40 ആണ്. അപ്പൊ അതിന്റെ അറ്റം വേറെ എങ്ങോട്ടെങ്കിലും പോകണ്ടല്ലോ. ആർക്കിന്റെ എൻഡ് പോയിന്റ് എവിടെ, ഡിയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ എന്താണ്, നേരെ ഹാഫ് ആണ്. മനസ്സിലായവരെ, ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു കോഡ് അതിന്റെ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിള് അതിന്റെ നേരെ പകുതിയാണ് അതിന്റെ ഓൾട്ടർനേറ്റിൽ പോകുന്നത്. ഈ AXB-യുടെ അറ്റം വേറെ എവിടെ പോയാലും അവിടെ എല്ലാം 40ന്റെ പകുതി എത്രയായിരിക്കും, 20 ആണ്. അപ്പം AXB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 40 ആണെങ്കിൽ അതിന്റെ അറ്റം പോകുന്നത് വേറെ എങ്ങോട്ട് പോകുന്നുണ്ട്, ഡിയിലോട്ട് പോകുന്നുണ്ട്. വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ, B-യുടെ അറ്റം വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ, ഇല്ലല്ലോ. അപ്പൊ അങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ, ഡിയിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ ആംഗിൾ D എന്ന് പറയുന്നത് ആരുടെ പകുതിയാണ്, ആർക്ക് AXB എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ കോൺ എത്രയാണ്, 40ന്റെ നേരെ പകുതി. ആൻസർ എത്ര കിട്ടും പിള്ളേരെ, 20 കിട്ടും. ഓക്കെ, ഇതേ കണക്ക് നമുക്ക് അടുത്ത ആർക്ക് വെച്ചിട്ട് ആ ട്രയാങ്കിളിന്റെ അടുത്ത കോൺ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഏതാണ് അടുത്തത്, CYD എന്ന് പറയുന്ന ആർക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ ട്രയാങ്കിൾ ഒരു സർക്കിൾ വരച്ചു, CYD വരച്ചു. CYD ആർക്കാണ്, CYD എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് CYD. ഓക്കെ, ഈ CYD അതിന്റെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. അത് എത്രയാണ് തന്നിട്ടുണ്ട്, സെൻട്രൽ ആംഗിൾ അതിന്റെ സെൻട്രൽ ആംഗിൾ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ CYD-യുടെ സെൻട്രൽ ആംഗിൾ 70. ഓക്കെ, അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് ഈ CYD എന്ന് പറയുന്ന ആർക്കിന്റെ അറ്റം വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ നോക്കണം. CYD അതിന്റെ അറ്റം വേറെ എങ്ങോട്ട് പോകുന്നു, നേരെ എങ്ങോട്ടാ വരുന്നത്, എയിലോട്ടാ വരുന്നത്. നേരെ എയിലോട്ടാണ് ഉള്ളവരെ വരുന്നത്. ഓക്കെ, CYD-യുടെ ആർക്കിന്റെ അറ്റം നേരെ വരുന്നത് എയിലോട്ടാണ്. ഓക്കെ, ഞാനിപ്പോ മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ നേരെ ഇങ്ങോട്ടാ വരുന്നത്. ഇത് 70 ആണെങ്കിൽ നേരെ ഈ CYD എന്ന് പറയുന്ന ആർക്ക് അതിന്റെ സെൻട്രൽ ആംഗിൾ 70 ആണ്. അപ്പൊ ഓൾട്ടർനേറ്റ് ആകുന്ന നേരെ എയിലോട്ടാണ് പോകുന്നത്. അപ്പൊ സെൻട്രൽ ആംഗിൾ നേരെ പകുതി ആയിരിക്കും. അതായത് A എന്ന് പറയുന്നത് അതാണ്ട് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 70ന്റെ പകുതി 35. അപ്പൊ എത്രയാണ്, 70/2 എത്ര കിട്ടും നമുക്ക്, 35. ഓക്കെ, 70ന്റെ പകുതി എത്ര,
35. ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത് വരച്ചത്. ഇതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സൈഡിലോട്ട് എങ്ങനെയൊക്കെയാണ് 20 കിട്ടിയത് ഇങ്ങനെ സെൻട്രൽ ആംഗിളിനെ അടയാളപ്പെടുത്താത്തതാണ്. AX B യുടെ സെൻട്രൽ ആംഗിൾ 40 ആണ്, ഓൾട്ടർനേറ്റ് അതിന്റെ പകുതി 20 ആണ്. അതുപോലെ CB യുടെ സെൻട്രൽ ആംഗിൾ 70 ആണ്, അപ്പോൾ ഓൾട്ടർനേറ്റ് നേരെ പോകുന്നതിന്റെ പകുതി എത്രയാണ്? 35 ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ആംഗിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കൂടെ വേണ്ടേ? അപ്പൊ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചത് മൊത്തം ആവത്തില്ലേ? മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? APD. അതോടെ 50 കംപ്ലീറ്റ് ആവും. ഇതിപ്പോ കിട്ടി നമുക്ക് D എത്ര കിട്ടി? 20 കിട്ടി. ഇതിപ്പോ എത്ര കിട്ടി? 35 കിട്ടി. ഇനി അപ്പൊ മൂന്നാമത്തെ ഇതും കൂടെ ആ ട്രയാംഗിൾ എല്ലാ ആംഗിളും കണ്ടുപിടിക്കൂലേ? ആ ട്രയാംഗിളിന്റെ ഏതാണ്? APD. ഓക്കെ, അത് സിമ്പിൾ ആണല്ലോ. രണ്ട് ആംഗിൾ കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എങ്ങനെയാണ്? 180 ഉണ്ട് മൊത്തം. അതിൽ നിന്ന് ആരൊക്കെ കൂട്ടിയത് കുറയ്ക്കണം? 20 35 കൂട്ടിയത് കുറയ്ക്കണം. 180 മൈനസ് 20 35 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര കിട്ടും പിള്ളേരെ? 55 കിട്ടും. 55. അപ്പൊ 120 മൈനസ് 55 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 125. ഓക്കെ, 120. അപ്പൊ ആ ആംഗിൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടി? അപ്പൊ ഈ ട്രയാംഗിളിന്റെ ആംഗിൾ എത്രയാണ്? ആംഗിൾ D നമുക്ക് 20 കിട്ടി. ആംഗിൾ A, അവിടെ ആംഗിൾ A മാത്രം, വേറെ ഒരു ആംഗിൾ വരാത്തതുകൊണ്ടാണ് ഞാൻ സൈഡ് വെച്ച് കൊടുക്കാത്ത പേര്. P എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, പേര് കൊടുക്കുമ്പോൾ APD. APD എന്ന ആംഗിൾ മൊത്തം 180 ഉണ്ടായിരുന്നു. അതിൽ 20 35 കൂട്ടിയപ്പോൾ 55. 180 55 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 100. അപ്പൊ ട്രയാംഗിൾ APD യുടെ ആംഗിൾ എത്രയാണ്? ട്രയാംഗിൾ APD യിൽ ഏതൊക്കെ ആംഗിൾ ആ വരുന്നത്? 20 35 എത്ര? 125. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ ടെസ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. അതെങ്ങനെ സെൻട്രൽ ആംഗിൾ ഓൾട്ടർനേറ്റ് ആംഗിൾ റിലേഷൻ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓക്കെ, ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ കൺസ്ട്രക്ഷൻ ഒരു ഫസ്റ്റ് ടൈപ്പ് സർക്കിൾസിൽ ആദ്യത്തെ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ് പഠിച്ചത്. അതിന് 3 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ സെൻട്രൽ ആംഗിൾ ആയിട്ട് ആംഗിൾ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന് ഉറപ്പായിട്ടും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് 2-3 മാർക്ക് കിട്ടും. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പഠിച്ച കൺസ്ട്രക്ഷൻ, ഓക്കെ, ഒരു സർക്കിളിന്റെ അകത്ത് ട്രയാംഗിൾ, അവർ പറയുന്ന ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ സെൻട്രൽ ആംഗിൾ വെച്ചിട്ട് നമ്മൾ വരച്ച് യോജിപ്പിച്ച് ട്രയാംഗിൾ വരയ്ക്കുന്നത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ചോദിക്കും. അത് 3 മാർക്കിന്റെ ചോയ്സ് ക്വസ്റ്റ്യനിൽ സ്ഥിരം കണ്ടുവരുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരച്ച് ശീലിക്കുക. അത് നിങ്ങൾ കുറച്ച് 2-3 ക്വസ്റ്റ്യനൊക്കെ ചെയ്യണം. വളരെ സ്പീഡായിട്ട് തന്നെ വരയ്ക്കുക. അവസാനം നമ്മളൊരു വരയ്ക്കാൻ പറഞ്ഞത് ഇത്തിരി പാടുന്നല്ല, അത് ഇത്തിരി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൺഫ്യൂഷൻ വരുന്ന ഒരെണ്ണം കൂടെ ഞാൻ തന്നിട്ടുണ്ട്. അത് ചോദിക്കാറില്ല. ബാക്കിയെല്ലാം തന്നെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് സർക്കിൾസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് അടുത്ത് പഠിക്കാനുള്ളത്. അതുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? ഓക്കെ.